നമസ്കാരം. ടെലിവിഷൻ ചാനലുകളുടെ മാർക്ക് റേറ്റിംഗ് വിശകലനം ചെയ്യുന്ന പരിപാടിയാണ്. ആമുഖമായി ഒരു കാര്യം പറയാനുണ്ട്. മാർക്കുമായി ബന്ധപ്പെട്ട് വലിയ വിശ്വാസ്യത ചർച്ച കേരളത്തിൽ നടക്കുന്നുണ്ട്. മാർക്കിൽ കൃത്രിമത്വം ഉണ്ട് എന്ന് ആക്ഷേപവുമായി 24 ന്യൂസും ശ്രീകണ്ഠൻ നായരും രംഗത്ത് വന്നു. അതിൻ്റെ പേരിൽ റിപ്പോർട്ടർ ടി വിക്കെതിരെയാണ് പരാതി. റിപ്പോർട്ടർ ടി വി കഴിഞ്ഞ കാലത്ത് വലിയ കുതിപ്പുണ്ടാക്കിയിരുന്നു മാർക്ക് റേറ്റിംഗിൽ. അവർ രണ്ടാമതാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസിനെയും മറികടന്ന് ഒന്നാമതെത്തിയ ചാനലാണ്. എന്നാൽ അവരുടെ കുതിപ്പ് 24നെ താഴോട്ടടുപ്പിച്ചു. 24ൻ്റെ കംപ്ലയിൻറ്റ് അവർക്കെതിരെ അവർ കൃത്രിമത്വം കാണിച്ചിട്ടാണ് റേറ്റിംഗിൽ മുന്നേറുന്നത് എന്നുള്ള കംപ്ലയിൻറ്റ് പോലീസിൽ കൊടുത്തു. അങ്ങനെ കളമശ്ശേരി പോലീസ് ആൻഡോ അഗസ്റ്റിനെ രണ്ടാം പ്രതിയാക്കി റിപ്പോർട്ടർ ടി വിക്കെതിരെ റിപ്പോർട്ടർ ടി വിയെയും പാർക്കിലൊരു ഉദ്യോഗസ്ഥൻ്റെ പേരും കൂടി ഉണ്ട് അതിനകത്ത്. അവരെ ഉൾപ്പെടുത്തി FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആഘോഷത്തിൽ ആണ് നിലവിൽ 24 ന്യൂസ് റിപ്പോർട്ടർ ടി വി ഈ മട്ടിൽ ആണ് റേറ്റിംഗ് ഉണ്ടാക്കുന്നത് എന്നാണ് 24 ന്യൂസ് ആഖ്യാനം ചെയ്യുന്നത്. പിന്നാലെ മീഡിയ വൺ അടക്കമുള്ള ആളുകൾ 24 ന്യൂസിനൊപ്പം ഉറച്ചു നിൽക്കുന്നുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഈ ആഴ്ചത്തെ മാർക്ക് റേറ്റിംഗ് പുറത്തു വരുന്നത്. കഴിഞ്ഞ രണ്ടാഴ്ചയായി റിപ്പോർട്ടർ ടി വിയുടെ സ്വാധീനത്തിൻ്റെ ഭാഗമായി 24ന് 4ാം സ്ഥാനത്തേക്ക് തള്ളിക്കളയാൻ വേണ്ടിയിട്ടുള്ള ഓപ്പറേഷൻ നടക്കുകയായിരുന്നു എന്നാണ് ശ്രീകണ്ഠൻ നായർ ആരോപിച്ചിരുന്നത്. എന്തായാലും ഈ ആഴ്ചയും കഴിഞ്ഞ ആഴ്ചയും അത് നടന്നിട്ടില്ല. 24 3ാം സ്ഥാനത്ത് തന്നെ നിൽക്കുന്നുണ്ട്. മാർക്ക് റേറ്റിംഗുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയാം, ഇതിനു മുമ്പ് ടാം റേറ്റിംഗ് ആയിരുന്നു. ടാം റേറ്റിംഗിൽ കൃത്രിമത്വം കാണിച്ചതിന് അർണബ് ഗോസ്വാമിയുടെ റിപ്പബ്ലിക് TV കൃത്രിമത്വം കാണിച്ചതിന് പിടിക്കപ്പെടുകയും വലിയ പരിശോധനകൾ നടക്കുകയും അന്ന് ശിവസേന സർക്കാർ മഹാരാഷ്ട്രയിൽ BJP ഇതര സർക്കാർ നിലവിലുള്ള കാലമായിരുന്നു. അന്ന് അറസ്റ്റ് ചെയ്യുകയും അർണബ് ഗോസ്വാമി അറസ്റ്റ് ചെയ്യുന്ന നടപടിയെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ED വരികയും ED വന്നതിന് ശേഷം അയാളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോവുകയൊക്കെ ചെയ്തിരുന്നു. എന്നാൽ അന്ന് ഈ ടാം റദ്ദാക്കി ബാർക്ക് പുതിയതായി തുടങ്ങി. ഇപ്പോൾ ബാർക്കിൽ ഈ കൃത്രിമത്വം ആരോപിച്ചപ്പോൾ 24 ന്യൂസിൽ ഇന്നലെ കാണുകയായിരുന്നു. അർണബ് ഗോസ്വാമിയുടെ ചാനൽ ഭയങ്കര ചർച്ചയാണ്. കേരളത്തിൽ ബാർക്കിൽ കൃത്രിമത്വം ആരാണ് ചർച്ച ചെയ്തത്? അർണബ് ഗോസ്വാമിയുടെ റിപ്പബ്ലിക് TV. അതാരാ? അത് ടാമിൽ കൃത്രിമത്വം നടത്തിയതിന് പോലീസ് പിടിച്ചുകൊണ്ടുപോയ മുതലാളിയുടെ ചാനലാണ്. എന്തായാലും ഇത്തരത്തിലുള്ള ജാഗ്രത നല്ലതാണ്. ബാർക്കൊക്കെ എത്രമാത്രം ശാസ്ത്രീയമാണ് എന്ന് നമ്മൾ തന്നെ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. വളരെ പരിമിതമായ ശാസ്ത്രീയത മാത്രമുള്ള സംവിധാനമാണ് ബാർക്ക്. ഇത്രയും കോടികൾ കാണുന്ന ടെലിവിഷൻ്റെ റേറ്റിംഗ് നിശ്ചയിക്കുന്നത് വളരെ ചുരുക്കം 1500 2500 വരുന്ന ടെലിവിഷനുകളിലെ കാഴ്ചയുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് അതൊരു സർവേ മോഡൽ അല്ലാതെ ഒരു തരത്തിലും അത് അത്ര സമ്പൂർണ്ണമായി ശാസ്ത്രീയമല്ല. ഈ സർവേ മോഡലിൽ നടത്തുന്ന റേറ്റിംഗിൽ പോലും കൃത്രിമത്വം കാണിക്കേണ്ടതിൽ എന്തായിരിക്കും അവസ്ഥ നമുക്കറിയില്ല. എന്തായാലും കേരളത്തിൽ ഈ സാഹചര്യം പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേസ്. നമുക്ക് ബാക്കി കാര്യങ്ങൾ നടന്നു തന്നെ കാണാം, വരുന്ന കാലത്ത് കാണാം. അപ്പോഴും 24ഉം റിപ്പോർട്ടറും തമ്മിലുള്ള ഈ തർക്കം തിരിച്ച് അതിനെതിരെ റിപ്പോർട്ടർ 24ൻ്റെ ഉടമയ്ക്കെതിരെ അഴിമതി കേസ്, തട്ടിപ്പ് കേസിനെ കുറിച്ച് വാർത്തയും കൊടുത്തു. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ തരത്തിലുള്ള മാനനഷ്ട കേസുകളും കോടികളുടെ കണക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഏഷ്യാനെറ്റും റിപ്പോർട്ടർ ടി വിക്കെതിരെ മാനനഷ്ട കേസ് കൊടുത്തിട്ടുണ്ട്. റിപ്പോർട്ടർ TV അങ്ങോട്ടും കൊടുത്തിട്ടുണ്ട്. എന്തായാലും എനിക്ക് തോന്നുന്നു മലയാളത്തിൽ എല്ലാ ചാനലുകളും കൂടി ഒരു സംഘടന ഉണ്ടാക്കുന്നതാണ് നല്ലത്. എന്നിട്ട് റിപ്പോർട്ടർ ടി വിക്കെതിരെ ഇത്തരത്തിലുള്ള കേസുകൾ ഒന്നിച്ച് കൈകാര്യം ചെയ്യുന്നതാണ് നല്ലത്. റിപ്പോർട്ടർ TV ക്ക് തിരിച്ചും ചെയ്യാം എന്നുള്ളതാണ്. ഈ സാഹചര്യത്തിലാണ് ഈ ആഴ്ചത്തെ ബാർക്ക് റിപ്പോർട്ട് നമ്മൾ പരിശോധിക്കുന്നത്. നമുക്ക് നേരെ റിപ്പോർട്ടിലേക്ക് കടക്കാം. അത് കഴിഞ്ഞ് ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. കേരള ഓളാണ് ആദ്യം നമ്മൾ പരിശോധിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസാണ് ഒന്നാമത്. 8.38ൻ്റെ ഇടിവ് ഏഷ്യാനെറ്റ് ന്യൂസിനുണ്ടായി. 94.62 ഉണ്ടായിരുന്നത് 86.24 കുറഞ്ഞു. റിപ്പോർട്ടർ TV രണ്ടാമത്. റിപ്പോർട്ടർ TV ക്ക് ഈ ആഴ്ച കുതിപ്പുണ്ടായിട്ടുണ്ട്. 2.57ൻ്റെ വർധന റിപ്പോർട്ടർ TV ക്ക് ഉണ്ടായിട്ടുണ്ട്. 79.44 ആയിരുന്നത് 82.02 ആയി. 24 മൂന്നാമതാണ്. 24നും ഇപ്രാവശ്യം കംപ്ലൈൻറ്റ് വന്നാണ്ടാണോ എന്തോ നമുക്കറിയില്ല, ആശ്വാസം ഉണ്ടായിട്ടുണ്ട്. 2.63ൻ്റെ വർധന ഉണ്ടായിട്ടുണ്ട്. 46.75 ആയിരുന്നത് 49.38 ആയി. 4 മനോരമ ന്യൂസാണ്. 0.81ൻ്റെ വർധന. 39.64 ആയിരുന്നത് 40.45 ആയി വർദ്ധിച്ചു. അഞ്ചാമത് മാതൃഭൂമി ന്യൂസ് 0.02ൻ്റെ വർധന. 34.85 ആയിരുന്നത് 34.87 ആയി. ആറാമത് ന്യൂസ് മലയാളം 24/7. അവർക്ക് 3.58ൻ്റെ ഇടിവുണ്ടായി. 31.41 ആയിരുന്നത് 27.83 ആയി കുറഞ്ഞു. ഏഴാമത് ജനം TV 2.08ൻ്റെ ഇടിവ് ഉണ്ടായി. 25.35 ആയിരുന്നത് 23.27 ആയി. എട്ടാമത് കൈരളി ന്യൂസ് 2.46ൻ്റെ വർധന കൈരളി ന്യൂസിനുണ്ടായി. 17.45 ആയിരുന്നത് 19.91 ആയി. ഒമ്പതാമത് ന്യൂസ് 18 കേരളം. ന്യൂസ് 18 കേരളത്തിൻ്റെ 1.13ൻ്റെ ഇടിവ് 12.85 ആയിരുന്നത് 11.72 ആയി. ഇതാണ് കേരള ഓൾഡ് സ്ഥിതി. മെയിൽ 22+ ABC എന്ന സെഗ്മെൻറ്റാണ് അടുത്തത്. ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെയാണ് ഒന്നാമത്. അവിടെയും ഏഷ്യാനെറ്റ് ന്യൂസിന് കാര്യമായ കുറവുണ്ടായി. 8.29ൻ്റെ ഇടിവ്. 124.65 ആയിരുന്നത് 116.36 ആയി കുറഞ്ഞു. രണ്ടാമത് റിപ്പോർട്ടർ TV ആണ്. 3.39 വർദ്ധിച്ചു റിപ്പോർട്ടർ TV ക്ക്. ഇവിടെയും റിപ്പോർട്ടറിന് വർധന
വർദ്ധിക്കേണ്ടതുണ്ട്. 98.06 ആയിരുന്നത് 101.45 വർദ്ധിച്ചു. മൂന്നാമത് 24 ന്യൂസാണ്, 0.92 വർദ്ധിച്ചു 24-ന്. 61.16 ആയിരുന്നത് 62.08. നാലാമത് മനോരമ ന്യൂസ് 0.35 വർധന, 56.86 ആയിരുന്നത് 57.21. അഞ്ചാമത് മാതൃഭൂമി ന്യൂസ് 1.91 കുറവ്, 46.53 ആയിരുന്നത് 44.62 കുറഞ്ഞു. ആറാമത് ജനം ടി വി ആണ്, 0.75 ഇടിവുണ്ടായി. പക്ഷേ 33.43 ആയിരുന്നു 32.68 എന്നതുകൊണ്ട് ന്യൂസ് മലയാളം 24/7 കൂടുതലാണ് അവർക്ക്. ഇനി ഏഴാമത് ന്യൂസ് മലയാളം 24/7 4.39 ഇടിവ്, 36.94 ആയിരുന്നു 32.55. എട്ടാമത് കൈരളി ന്യൂസ് 3.76 വർധന, 25.31 ആയിരുന്നത് 29.07. ഒമ്പതാമത് ന്യൂസ് 18 കേരളം 0.62 വർധന, 14.69 ആയിരുന്നത് 15.31 എന്നതാണ് സ്ഥിതി. മൊത്തത്തിൽ നോക്കുമ്പോൾ വലിയ മാറ്റങ്ങളില്ല. പക്ഷേ റിപ്പോർട്ടർ ടി വിക്ക് കുറച്ച് കാര്യമായ വർധനയുണ്ട്. കേരള ഓളിൽ 24 ന്യൂസിനും വർധനയുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും റേറ്റിംഗ് തട്ടിപ്പ് സംബന്ധിച്ച വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. പരസ്യമായി 24ഉം മീഡിയ വൺ ഒരു ഭാഗത്ത്, റിപ്പോർട്ടർ ഒരു ഭാഗത്തും എന്ന മട്ടിലേക്ക് തർക്കങ്ങൾ വേർതിരിഞ്ഞിട്ടുണ്ട്. നേരിട്ട് 24ഉം റിപ്പോർട്ടർ ടി വിയും തമ്മിലുള്ള നിയമ നടപടികൾ ആണ് നടക്കുന്നത്. ഇത് അസാധാരണമാണ്. കേരളത്തിൽ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യക്ഷത്തിലുണ്ടായിട്ടില്ല, ആന്തരികമായിട്ടുണ്ടായിട്ടുണ്ട്. പിടിക്കപ്പെട്ട ബാർക്ക് റേറ്റിംഗിൽ പിടിക്കപ്പെട്ട ചാനലുകൾക്ക് ശിക്ഷ കൊടുക്കുന്ന കാര്യം വരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് പരസ്യമായി പറയാവുന്ന സാഹചര്യം, രേഖകളൊന്നും നമ്മളെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് പറയാൻ പറ്റില്ല. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ നടക്കാറുണ്ട്. ഇത് പക്ഷേ പരസ്യമായി രംഗത്ത് വന്നു എന്നുള്ളതാണ്. അത്തരം കാര്യങ്ങളുടെ തുടർച്ചയായി ഈ ന്യൂസ് ചാനലുകളിലെ ഈ മത്സരം ഇനി എങ്ങോട്ടാണ് പോവുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.